നമ്മളങ്ങനെ വിയറ്റ്നാമിലെത്തിയിരിക്കുകയാണ്. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം. വിയറ്റ്നാം നമ്മുടെ ഈ യാത്രയുടെ 8ാമത്തെ രാജ്യം, ഞാൻ സഞ്ചരിക്കുന്ന 43ാമത്തെ രാജ്യം. അപ്പോൾ ഇന്ന് ഹോച്ചിമിൻ നഗരത്തിൻ്റെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് വിയറ്റ്നാം ട്രാവൽ സീരീസ് ഇവിടെ ആരംഭിക്കാം. ടെക് ട്രാവൽ ഈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് എനിക്കിവിടെ നഗരത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വിയറ്റ്നാമീസ് ഭാഷയാണ് ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത്. ഈ വിയറ്റ്നാമീസ് ഭാഷ എന്ന് പറയുന്നത് റോമൻ ലെറ്റേഴ്സിലാണ് ഇവർ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. ക്വങ് ക്വിങ് ക്വിങ് ചിങ് ക്വങ് കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചൈനീസ് സ്റ്റൈലിലാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം. ഇവരുടെ ഭാഷ എനിക്ക് തോന്നുന്നു ചൈനീസ് ഭാഷയുമായിട്ട് വളരെയധികം സാമ്യതയുള്ളൊരു ഭാഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ കൾച്ചറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനിപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഇവിടെ അടുത്തൊരു ഓപ്പറ ഹൗസ് ഉണ്ട്, അവിടേക്കാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് 1 താമസിക്കുന്നത്. ഡിസ്ട്രിക്ട് 1 എന്ന് പറയുന്നത് ഹോച്ചിമിൻ സിറ്റി സെൻറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻ ആൻഡ് അറൗണ്ടുള്ള കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് 1 ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾക്ക് റൂം എടുത്താൽ മതി. അത് മാത്രമല്ല ഇത് ഇവിടുത്തെ ഭയങ്കര ഹാപ്പനിങ് പ്ലേസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇഷ്ടംപോലെ ബാറുകളും പബ്ബുകളും വാക്കിംഗ് സ്ട്രീറ്റുകളും ഫുഡ് സ്ട്രീറ്റുകളും ഒക്കെ ആയിട്ട് വളരെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ ഹോച്ചിമിനിൽ നിന്ന് തന്നെ കിട്ടും. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹാനോയി ആണ്. ഹാനോയി ഇവിടെ നിന്ന് ബൈ റോഡ് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 10-20 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ഇന്ത്യ പോലെ തന്നെ, ഇന്ത്യ പോലെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യ അത്രയൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ കംബോഡിയയും ലാവോസും ഈ 2 രാജ്യങ്ങളെ കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിയറ്റ്നാമിൻ്റെ വലിപ്പം വരും, അല്ലെങ്കിൽ ഏകദേശം തായ്ലൻഡിലേക്ക് വലിപ്പം വരും. അപ്പോൾ ഇത് എന്തോ ഒരു കോളേജും മറ്റു പരിപാടികളൊക്കെയാണ്. ഇവിടെയൊക്കെ കുറേ പാർട്ടി ഓഫീസുകളും പിന്നെ എവിടെ നോക്കിയാലും ചുമന്ന കൊടികൾ, കമ്മ്യൂണിസ്റ്റ് കൊടികളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. എന്നാൽ അത്യാവശ്യം നല്ലൊരു ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ട് താനും. നല്ലൊരു ഡെവലപ്പിംഗ് കൺട്രിയും കൂടിയാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അയ്യോ, എനിക്കിത് വാങ്ങിച്ച് കുടിക്കണമെന്നുണ്ട്. I would like to buy but I don't have cash. No money. I need to take. No money. I'm so sorry. Huh? How much? $2. Oh, no. $2 is expensive for this. No, it's not cheap. $1 okay? Huh? Huh? $2 not cheap. Yeah, നോക്കട്ടെ. Let me see if I have dollar. Wait. Don't take. Let me see if I have dollar. Okay, $2 is expensive. $2 is actually really expensive. What is this? Karikalle? No, very cheap. It's not cheap, but നിങ്ങളെന്നെ കൊല്ലല്ലേ രാവിലെ. $2 150 രൂപയായി. ഞങ്ങളുടെ നാട്ടിലൊക്കെ 50 രൂപയ്ക്ക് കരിക്ക് കിട്ടും. ഓക്കെ, നല്ല കച്ചവടമായില്ലേ രാവിലെ? എന്നെ അർത്ഥം വന്നില്ലേ? Is it good? Sweet? Cold? Okay, let me see. Yeah, it's good. Nice. What's your name? Tuk. Huh? Tuk. Thank you. Yeah. രാവിലെ എന്നെ $2 കരിക്ക് എന്ന് പറ്റിച്ചവള്. പക്ഷെ മെഡിക്കുക കേട്ടോ. ചെറിയ കുഞ്ഞി കരിക്കാണല്ലോ, ഇതിനകത്ത് നിറച്ച് വെള്ളമായിരുന്നു, ഒടുക്കത്തെ മധുരമായിരുന്നു, നല്ല അടിപൊളി കരിക്ക്. എമ്മാതിരി കരിക്കാണോ ആവോ. ഇവിടെ റോഡിലെല്ലാം ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്, ഇതുപോലത്തെ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ഹോച്ചിമിൻ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിൻ്റെ മറ്റൊരു പേര് സൈഗോൺ എന്നും കൂടിയാണ്. സൈഗോൺ എന്നൊരു നദി ഈ ഒരു നഗരത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സൈഗോൺ എന്നുള്ള പേര്. ശരിക്കും ഈ സിറ്റിയുടെ ഫസ്റ്റ് പേരെന്ന് പറയുന്നത് സൈഗോൺ എന്നായിരുന്നു. വിയറ്റ്നാമിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റിയാണ് ഹോച്ചിമിൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സിറ്റിയിലല്ല. ഏകദേശം 10 മില്യണാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ആയിട്ട് ഇവർ കണക്കാക്കുന്നത്. ഇവർ ഹോച്ചിമിൻ എന്ന് പറഞ്ഞ് ഇതിന് പേര് കൊടുക്കാൻ കാരണം എന്താണെന്നറിയോ? ഹോച്ചിമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. ഒരു റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ലീഡറിൻ്റെ പേരാണ് ഹോച്ചിമിൻ എന്ന് പറയുന്നത്. ഈ വിയറ്റ്നാം വാറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പല സംഭവങ്ങളും ചരിത്രമൊക്കെ അറിയാമായിരിക്കും. ഞാൻ അടുത്ത ദിവസങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ റീയൂണിഫിക്കേഷൻ, അതായത് ഈ വിയറ്റ്നാം 2 ആയിട്ടായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് റീയൂണിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അതിലേറ്റവും കൂടുതൽ മുൻകൈ എടുത്ത വ്യക്തിയാണ് ഈ ഹോച്ചിമിൻ എന്ന് പറഞ്ഞ ആൾ. ഹോച്ചിമിൻ എന്ന് പറഞ്ഞാൽ അങ്കിൾ ഹോ എന്നും അദ്ദേഹത്തിനെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഈ ഒരു സിറ്റിക്ക് അവർ സൈഗോൺ എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റിക്ക് അവർ ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്നത്. എന്താ അല്ലേ, ഒരാളുടെ പേര് കൊടുത്തിരിക്കുകയാണ് ഒരു സിറ്റിക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറിൻ്റെ. ഈ ഹോച്ചിമിൻ എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അദ്ദേഹം ഇവരുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ പിന്നെ ഇവിടുത്തെ ഈ കമ്മ്യൂണിസം ഉണ്ടല്ലോ, ഇവർ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഒരു തിയറി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. ശരിക്കും ലാവോസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ദിസ് വിയറ്റ്നാം ഈസ് ഫാർ 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 ബെറ്റർ. ഞാനിപ്പോൾ ഇവിടുത്തെ ഓപ്പറ ഹൗസിൻ്റെ സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പറ ഹൗസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഈ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു കൾച്ചറാണ്. യൂറോപ്പ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളുടെ കൾച്ചറാണ് ഈ ഓപ്പറ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പറ ഹൗസ് ഉണ്ട്, അത് ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് വലിയ മൾട്ടി ബ്രാൻഡഡ് സ്റ്റോറുകൾ, അതായത് വലിയ വലിയ തുണിക്കടകളും അതുപോലെയുള്ള പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയും സ്റ്റോറുകൾ. വിയറ്റ്നാം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹോച്ചിമിൻ, ഹനോയൊക്കെ ഷോപ്പിംഗ് പാരഡൈസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, ഈ ടീഷർട്ട് വിയറ്റ്നാം ടീഷർട്ടാണ്. വിയറ്റ്നാം ഹനോയിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ടീഷർട്ടുകളുണ്ട്. യൂണിക്ലോയിൽ വെറുതെ ഒന്ന് കയറും, ചുമ്മാ ഒന്ന് കയറുക, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അടിപൊളിയല്ലേ? കുറേ നാളായില്ലേ ഒരു ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ചുമ്മാ കയറി ട്രൈ ചെയ്യണമെന്നൊക്കെ തോന്നി. ഞാൻ ട്രൈ ചെയ്തൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ നടന്നൊരു വലിയ സ്ക്വയറിലേക്ക് എത്തി. ധാരാളം വലിയ വലിയ ഹോട്ടലുകളും ബിൽഡിങ്ങുകളും മറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. ലൂയി വിട്ടൻ്റെയൊക്കെ സ്റ്റോർ അവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് ഓപ്പറ ഹൗസ് എന്ന് പറയുന്നത്. ശരിക്കും ഓപ്പറ ഹൗസ് നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പറ ഹൗസ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓപ്പറ ഹൗസ്, ഓപ്പറ ഇംഗ്ലീഷുകാർ അങ്ങനെ പലതും പ്രൊനൗൺസ് ചെയ്യും. നമുക്കിപ്പോൾ തൽക്കാലം ഓപ്പറ ഹൗസ് അല്ലെങ്കിൽ ഓപ്പറ ഹൗസ് നമുക്ക് ചുരുക്കി പറയാം. നമ്മൾ ഈ ഓസ്ട്രേലിയൻ, ന്യൂസിലൻഡൊക്കെ പോയിട്ട് ഓപ്പറ ഹൗസ് കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊരു കുന്തമായിട്ട് തോന്നില്ല. പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിയറ്റ്നാം എന്ന് പറയുന്നതും നമ്മളെ കംബോഡിയൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ പണ്ട് ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു ഇവിടെ. അതിന് ശേഷം ആ ഫ്രഞ്ച് കോളനി പിന്നീട് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, പല സംഭവങ്ങളൊക്കെ വികാസങ്ങളെല്ലാം നടന്നിട്ടാണ് ഇന്നത്തെ വിയറ്റ്നാം ആവുന്നത്. അപ്പോൾ അന്ന് ഫ്രഞ്ചുകാരിവിടെ ഭരിക്കുന്ന സമയത്ത് 1900-ൽ, അതായത് 124 വർഷങ്ങൾക്ക് മുൻപ്, അവരുടെ കൾച്ചറായിരുന്നല്ലോ ഈ ഓപ്പറ ഹൗസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. ഐ മീൻ, ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്തെ ഇങ്ങനത്തെയുള്ള ആൾക്കാരുടെ, വെള്ളക്കാരുടെ. അപ്പോൾ അവർ ഇവിടെ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ഓപ്പറ ഹൗസ് എന്ന് പറയുന്നത്. ഹാനോയിലെക്കാട്ടി ചെറുതാണ്. ഹാനോയിൽ ഇതിലും വലിയ ഒരെണ്ണം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏകദേശം 500 ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു കെട്ടിടം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഫ്രഞ്ച് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇവിടെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പല പല പരിപാടികളും ഷോകളും അങ്ങനെ വിയറ്റ്നാമീസ് ബാംബു സർക്കസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷോസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു സ്ട്രീറ്റ്, ഒരു സാധാരണ ഒരു സ്ട്രീറ്റ്, ഒരു ചെറിയൊരു ഗല്ലി. ഒരു ഗല്ലിയിൽ ആൾക്കാരൊക്കെ ഇരുന്ന് ഡ്രിങ്ക്സൊക്കെ എന്തൊക്കെയോ ജ്യൂസോ കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ്. ഇവിടെ പെയിൻറ്റിങ്സ് ഒക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്താ സെറ്റപ്പ്? ഇങ്ങനത്തെ കുറേ കുഞ്ഞു അലീസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ അലീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളം ഫുഡ് സ്പോട്ടുകൾ. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ താഴെയാണെങ്കിൽ പോലും അതൊരു അല്ലിയല്ലേ, അതിൻ്റെ താഴെ ധാരാളം ഫുഡ് സ്പോട്ടുകളും റെസ്റ്റോറൻറ്റുകളും, അതൊക്കെ ലോക്കൽ റെസ്റ്റോറൻറ്റുകളാണ്. കണ്ടില്ലേ, അതൊക്കെ ലോക്കൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഫിഷ്, ചിക്കൻ, അങ്ങനെ ചിക്കൻ, ഫിഷ്, ഓക്കെ, കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, ഐ വിൽ കം ലേറ്റർ, താങ്ക് യു. എനിക്കിപ്പോൾ വിശക്കുന്നില്ലല്ലേ, കഴിച്ചു നോക്കായിരുന്നു. അവിടെ കുറേ സംഭവങ്ങൾ എല്ലാം ലോക്കൽ ഫുഡുകളാണ്. ലോക്കൽ തായ് ഫുഡ് വരെ ഉണ്ടല്ലേ. ഇതിൻ്റെയൊക്കെ മുകളിൽ എയർബിഎൻ സ്പേസും ഉണ്ടാവും. നല്ല അടിപൊളി താമസിക്കാൻ പറ്റുന്ന, ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കാൻ പറ്റുന്ന കിടിലൻ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. നമുക്ക് ഹോട്ടൽസിനെക്കാട്ടി ചീപ്പായിരിക്കും. ഞാൻ താമസിക്കുന്ന അങ്ങനെയല്ലേ, 2500 കൊടുത്തിട്ടാണ് ഒരു ദിവസത്തേക്ക് ഞാൻ ഈ ഒരു വലിയ സിറ്റിയിൽ താമസിക്കുന്നത്. അത് നല്ല അടിപൊളി ഒരു റൂം വിത്ത് പ്രൈവറ്റ് ബാത്റൂം, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഞാനിപ്പോൾ സൈഗോൺ റിവർ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഇതായത് മിനിമം ഒരു 50 നിലയെങ്കിലും ഉണ്ടാവും ഈ ബിൽഡിങ്ങിന്. എന്ത് വലിപ്പമുള്ള ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഒരു ഫുഡ് കഴിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടത്, ശരിക്കും ഞെട്ടിപ്പോയത്. താഴെ ഇരുന്നിട്ട് നോക്കി, ഇത് റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഇവിടെ ഫുട്പാത്താണ്. നമ്മൾ നടന്നു പോകുന്ന ഫുട്പാത്താണ്. ആ ഫുട്പാത്തിൽ മൊത്തം ആളുകൾ കൈയടക്കി വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ സീറ്റിംഗ് സ്പേസ് ആണ്. നോക്കി ആളുകളിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഭയങ്കര ഒരു ക്രേസി സംഭവമായിട്ട് തോന്നി. ഫുട്പാത്ത് എന്ന് പറയുന്നത് ഇവർക്ക് പാർക്കിംഗ് സ്പേസും കൂടിയാണ്. എല്ലാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലമാണ്. പബ്ലിക്കായിട്ട് കള്ളം കുടിക്കുന്നുണ്ടല്ലോ, അടിപൊളി. അതുകൊണ്ടല്ലേ ഇവിടെ, അത് നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കിനും കാണാം. കേട്ടല്ലോ, പാഴ്സൽ ഓരോ ആളുകൾ ഓൺലൈൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ പാഴ്സൽ ഡെലിവറി സോർട്ട് ഔട്ട് ചെയ്യുന്നൊരു ആൾ, പുള്ളി അവിടെ ഫുട്പാത്തിൽ. ഇവർ കംപ്ലീറ്റ് ഫുട്പാത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അതൊക്കെ ഈ സൈഗോൺ എന്ന നഗരത്തിന് ഈ ഒരു പേര് വരാൻ കാരണമായ ആ സൈഗോൺ നദിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ സൈഗോൺ നദിയുടെ തീരത്തായിട്ട് വലിയ വലിയ അമ്പരചന്തികളായ കെട്ടിടങ്ങളും വലിയ പാലങ്ങളും വൻ സെറ്റപ്പുകളൊക്കെ കാണാം. ചെളിവെള്ളമാണ്.
പിന്നെ ഇതിനകത്തൂടെ വാട്ടർ ബസ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ബോട്ടിംഗ് സംഭവങ്ങൾ, പിന്നെ ക്രൂസുകളും പരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മുടെ അവിടെ കൊച്ചി മെട്രോ ഇല്ലേ, ആ കൊച്ചി മെട്രോ പോലത്തെ തന്നെ ഒരു കൺസെപ്റ്റാണ് ഇവരിവിടെ വാട്ടർ ബസ് എന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ഈ നദിയിലൂടെ, സിറ്റിയിലൂടെ, കാരണം ഇവിടെ ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലമല്ലേ, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത് കൊള്ളാം കേട്ടോ ആ പരിപാടി. കൊച്ചി മെട്രോയുടെ കൺസെപ്റ്റ് കോപ്പി അടിച്ചായിരിക്കും മിക്കവാറും ഇവന്മാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ബ്രോ. Hi. ഹൗ ആർ യു? ഹോച്ചിമിനിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഗ്രാബ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബൈക്ക് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ബൈക്കിൽ ആൾ വരും. നമ്മൾ ബുക്ക് ചെയ്തിട്ട് 1 മിനിറ്റിനുള്ളിൽ, മാക്സിമം 2 മിനിറ്റ്, അതിന് മുമ്പ് ആൾ വരും. എന്നിട്ട് നമുക്ക് ഹെൽമെറ്റ് തരും. എന്നിട്ട് നമുക്ക് പോവാം. ചെറിയ ചെറിയ ദൂരങ്ങളൊക്കെ നമുക്ക് ഇതും കൊണ്ട് പോകുന്നതാണ് നല്ലത്. ടാക്സി ഒന്നും എടുക്കണ്ട, ടാക്സി കിടന്ന് ഒത്തിരി സമയം പോകും. പൊതുവെ ഗ്രാബാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Yo, slow. ഇത് കുന്തം. Oh, okay, sorry. യുവർ ഹെൽമെറ്റ്. Thank you. താങ്ക് യു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹോച്ചിമിൻ സിറ്റി ബുക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഒരു ബുക്ക് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബാംഗ്ലൂരിലുള്ള അവന്യൂ റോഡ്, അവന്യൂ റോഡോ എന്തൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ ബാംഗ്ലൂർ, മറന്നുപോയി. അവന്യൂ റോഡാണെന്ന് തോന്നുന്നു. യെസ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പുസ്തകം പിടിച്ചുള്ള ഒരു ശില്പം നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബുക്ക് സ്ട്രീറ്റിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിനകത്ത് വണ്ടിയും കിണ്ടിയൊന്നും കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ കടകൾ, ബുക്കുകളെന്ന് പറയുമ്പോഴത്തേക്കിനും നോവൽസും പിന്നെ അതേപോലെ തന്നെ മറ്റ് അക്കാഡമിക് പുസ്തകങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഫുൾ പ്രൊമോഷൻസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അത്ര വലിയ സംഭവമൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു ബുക്ക് സ്ട്രീറ്റ്. ശരിക്കും നമ്മുടെ ബാംഗ്ലൂരിലെ അവന്യൂ റോഡ് എന്ന് പറയുന്നത് അത് വേറെ ലെവൽ. ഞാനൊക്കെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കിനും അവിടെ പോയിട്ടാണ് പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ സെമസ്റ്റർ 1 ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോഴത്തേക്കിനും ഫസ്റ്റ് സെമസ്റ്ററിലെ പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് സെക്കൻഡ് സെമസ്റ്റർ വാങ്ങിക്കും. റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും അതപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഫസ്റ്റ് ഇയറിലെ പുസ്തകം കൊടുത്ത് സെക്കൻഡ് ഇയറിലെ പുസ്തകം വാങ്ങിക്കും, സെക്കൻഡ് ഇയറിലെ പുസ്തകം കൊടുത്ത് തേർഡ് ഇയറിലെ പുസ്തകം വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണല്ലോ പരിപാടികൾ. നമ്മൾ പണ്ട് നമുക്ക് 10 പൈസ ലാഭിക്കാനുള്ള പരിപാടികളതാണല്ലോ. പിന്നെ പഠിച്ച് പാസ്സായ പരീക്ഷയുടെ പുസ്തകങ്ങൾ പിന്നീട് വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പുതിയ പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു മിക്കതും. പക്ഷേ എല്ലായിടത്തും കുറേ ഡിസ്കൗണ്ട് ഓഫർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. വിയറ്റ്നാമി ഭാഷയിലുള്ളതും അതേപോലെ ഇംഗ്ലീഷിലുള്ളതുമായിട്ടുള്ള പല പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ബുക്ക് സ്ട്രീറ്റ്. ഇത് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെ ആയതുകൊണ്ട് നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടെ കിടപ്പുണ്ട്. ബുക്ക് ബസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ബസ്സിൻ്റെ ഷേപ്പിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു കടയാണ്, പക്ഷേ ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ നമ്മൾ ബുക്ക് സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിൽ നിന്നും നമ്മൾ മറ്റൊരു സൈഡിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ പുറകിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം കാണാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്ർഡാം കത്തീഡ്രൽ ഓഫ് സൈഗോൺ എന്നാണ് ആ ഒരു കെട്ടിടം അറിയപ്പെടുന്നത്. അത് സൈഗോണിലെ ഒരു കത്തീഡ്രലാണ്. അവിടെ എന്തൊക്കെയോ കുറേ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുൻഭാഗം എവിടെയാണെന്ന് ഞാൻ പോയി നോക്കട്ടെ. അതിന് മുമ്പായിട്ട് ഇവിടെ വേറൊരു സംഭവങ്ങളുണ്ട്, നമുക്ക് കാണാൻ പോകാം. ഇതാണ് നമ്മുടെ ഹോച്ചിമിൻ സിറ്റി ബുക്ക് സ്ട്രീറ്റിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്തൂടെ കയറി നമ്മൾ ഇപ്പുറത്ത് വന്നിറങ്ങി. ആ ബുക്ക് സ്ട്രീറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. 1895 പണ്ട് വിയറ്റ്നാം ഫ്രഞ്ച് ഇൻഡോ ചൈനയുടെ ഭാഗമായിരുന്ന സമയത്ത് ഫ്രഞ്ചുകാർ നിർമ്മിച്ച പോസ്റ്റ് ഓഫീസ് മന്ദിരമാണ് നമുക്കിവിടെ ഈ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി കാണേണ്ടിയിരിക്കുന്നു. ഇത് 3 സ്ഥലങ്ങൾ അടുത്തടുത്താണ്. നമ്മുടെ നോട്ട്ർഡാം കത്തീഡ്രൽ ഇവിടെയാണ്, പിന്നെ ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ബുക്ക് സ്ട്രീറ്റ്. ഇതെല്ലാം നടന്ന് നമുക്ക് കാണാവുന്നതാണ്, വേറെ ഒരു സംഭവങ്ങളും വേണ്ട. അതിൻ്റെ മുമ്പിലായിട്ട് ഒരു ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് വർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഇറ്റ്സ് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ടൈം ഏകദേശം അത് കറക്റ്റാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോഴത്തേക്കിനും എന്താ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് സുവനീർ ഷോപ്പുകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വാവ്, അടിപൊളി. ഇത് നോക്കി, കംപ്ലീറ്റ് സുവനീർ ഷോപ്പുകൾ. ഇത് പോസ്റ്റ് ഓഫീസ് കെട്ടിടം കംപ്ലീറ്റ് ഇവർ സ്വകാര്യവൽക്കരിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് പഴയ സൈഗോണിൻ്റെ മാപ്പ് കാണാൻ സാധിക്കും. സൈഗോൺ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ ടെറിട്ടറി ആയിരുന്നു, അതിൻ്റെ മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കെട്ടിടം അല്ലേ. ഒരു ഫ്രഞ്ച് ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഇത്. ഇവിടെ ടൂർ ഡെസ്കുകളുണ്ട്, പിന്നെ ഹോപ്പ് ഓഫ് ബസ് ടൂറുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. പിന്നെ പോസ്റ്റ് കാർഡുകൾ ധാരാളം വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ പോസ്റ്റൽ കൗണ്ടറുകളുണ്ട്, സ്റ്റാമ്പ് വാങ്ങിക്കേണ്ടവർക്ക് സ്റ്റാമ്പ് വാങ്ങിക്കാം. പിന്നെ പലതരത്തിലുള്ള പെർഫ്യൂംസും കുറേ സംഭവങ്ങളും സുവനീറുകളും തുടങ്ങി എന്തൊക്കെ ഒരു ടൂറിസ്റ്റിന് വേണോ അതൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഉണ്ടല്ലേ, നമുക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് സ്റ്റാമ്പൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ആൾക്കാർ സ്റ്റാമ്പൊക്കെ വാങ്ങുന്നുണ്ട്.
പിന്നെ പല ആൾക്കാരും പോസ്റ്റ് കാർഡൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് അയക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് കാണാം. ഞാൻ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനോടൊരു ക്രേസ് ഇല്ല. പിന്നെ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ പാഴ്സൽ കൗണ്ടറുകളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ലൊരു കിടിലൻ ഒരു സ്ട്രക്ചർ, അത് വളരെ മനോഹരമായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. താഴേക്ക് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ടൈലുകൾ വിരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് 2 സുവനീർ വാങ്ങിച്ച്. ഇതാണ് ഒന്ന്, ഇതാണ് വേറൊരെണ്ണം. അടിപൊളി ഹാൻഡ് മെയ്ഡ് സുവനീർസാണ്. 1 ലക്ഷം ഇവിടുത്തെ ഡോങ്കാണ് ആ സുവനീറിനായത്. 2 സുവനീർ വാങ്ങിച്ചത്. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ 336 രൂപ അത്രേ ഉള്ളു. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മനോഹരമായിട്ടുള്ളൊരു പോസ്റ്റ് ഓഫീസ്. നമുക്കിനി പള്ളിയിലേക്ക് പോകാം. ഇവിടെ വേറൊരു സുവനീർ കടയിൽ നിന്ന് എനിക്ക് വിയറ്റ്നാമിൻ്റെ ബെല്ല് കിട്ടി. എന്നാ ഈ ബെല്ലിന് 1,70,000 ഡോങ്കാണ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 570 രൂപ വരും. ചെറിയൊരു മഴക്കാറൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഈ സമയം എന്ന് പറയുന്നത് ഇച്ചിരി മഴ പെയ്യുന്നൊരു സമയമാണ്. ഇന്നലെ മഴ ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് മിക്കവാറും മഴ പെയ്യുന്ന ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് കുളവും. വിയറ്റ്നാം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ മതവിഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് ഭയങ്കര രസമാണ്. അതായത് ഇവിടെയുള്ള 73% ആളുകൾക്കും മതമില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു 15% ബുദ്ധിസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 7.5% അല്ലെങ്കിൽ ഒരു 8% കാത്തലിക്സ് ഉണ്ട്, അതായത് ക്രിസ്ത്യാനികളുണ്ട്. പിന്നെ അതിലും താഴെയാണ് മറ്റുള്ള മതങ്ങൾ, അതായത് ഹിന്ദു മതം, മുസ്ലിം മതം എന്നൊക്കെ പറയാനായിട്ട് ലെസ് ദാൻ 1% മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ നോട്രഡാം കത്തീഡ്രൽ ബസിലിക്ക. ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുകയാണ്, അതുകൊണ്ട് അകത്ത് കയറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്യൂ ടു അവർ സെലിബ്രേഷൻസ് നോ ടൂർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ പുറത്തൊക്കെ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഫോട്ടോസും മറ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫ്രഞ്ചുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷനാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. 1880 ഇതിൻ്റെ നിർമ്മാണം ഇവർ പൂർത്തിയാക്കിയത്. ശരിക്കും ഇതിൻ്റെ ഉൾഭാഗം കയറി കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് മിസ്സായി, നമുക്കതിപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. ആ ഒരു കത്തീഡ്രലിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. വെർജിൻ മേരി സ്റ്റാച്ചു എന്നാണ് ഈ സ്റ്റാച്ചുവിന് പറയുന്നത്. 2005 ഈ ഒരു പ്രതിമയിൽ നിന്നും കണ്ണുനീര് വന്നിരുന്നു എന്നൊരു പറച്ചിൽ ഇവിടെ പൊതുവെ പറഞ്ഞു കേൾക്കാം. അകത്ത് മണിയൊക്കെ മുഴങ്ങുന്ന കേൾക്കാം. വാവ്. പള്ളി പോസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് പാലസ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് എത്തും. ഞാനിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ ഒരു ATM കയറി പൈസ എടുക്കാൻ നോക്കുമ്പോൾ ATM വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ബാങ്കിൽ പോയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു $100 ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. പക്ഷെ എൻ്റെ പൊന്നോ, എനിക്ക് $100 എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 28 ലക്ഷം രൂപ കിട്ടി. ഇവിടുത്തെ 28 ലക്ഷം ഡോങ്. അത് ഏകദേശം ഒരു 10 മിനിറ്റത്തെ പ്രൊസീജിയറായിരുന്നു അവർക്ക്. അതായത് എൻ്റെ പാസ്പോർട്ട് എടുത്ത് ആ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് പിന്നെ എൻ്റെ 2 പേപ്പറിലൊക്കെ സിഗ്നേച്ചറൊക്കെ വാങ്ങിച്ച് ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയായിരുന്നു. ഞാൻ ബാങ്കിൽ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ട് കണ്ടില്ലെന്ന് ഈ കൊറിയറും മറ്റുമൊക്കെ സോഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടല്ലേ. നമ്മുടെ അവിടെയൊക്കെ വെയർ ഹൗസിലിട്ടല്ലേ അവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ആമസോണിൻ്റെ ഒരു വെയർ ഹൗസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ബാങ്കുകളിൽ പോയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ ടൈം കൺസ്യൂം ചെയ്യും. പക്ഷേ നമുക്ക് ലീഗൽ ടെൻഡേഴ്സ് കിട്ടും, അത് വേറെ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. ATM എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്ക് കറൻസി എടുക്കാനായിട്ട്. ഇവിടെ എല്ലായിടത്തും കാർഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ ചെറിയ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു $1 കൊടുത്തില്ലേ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട്. പൈസ ആയിരുന്നെങ്കിൽ ചെറിയ പൈസ ആവണ്ടായിരുന്നു. ഉള്ളതിൻ്റെ $2 വാങ്ങിച്ചില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ക്യാഷ് ആവശ്യം വരും. പിന്നെ സിറ്റി വിട്ട് കഴിഞ്ഞാലും ക്യാഷൊക്കെ ആവശ്യം വരും. നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സൈഗോൺ കിച്ചൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല വിയറ്റ്നാമീസ് ഫുഡ് ട്രൈ ചെയ്യാം. സ്ട്രീറ്റൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ, നല്ല രസമാണ്. ബാംഗ്ലൂരൊക്കെ പോലെ മരങ്ങളൊക്കെ ധാരാളം വെച്ച് പിടിപ്പിച്ച് അത് നല്ലൊരു വൃത്തിയുള്ള നല്ല വൈബുള്ളൊരു സ്ട്രീറ്റ്. ഇതെന്തോ സ്കൂള് വല്ലതും ആണോ? കണ്ടിട്ടൊരു സ്കൂളാണെന്ന് തോന്നുന്നു. അതിൻ്റെ ചുറ്റും ഇതൊരു സ്കൂള്. ആ സ്കൂൾ ഭയങ്കര സ്കൂൾ അടിപൊളി സ്കൂള്. ആ സ്കൂളിൻ്റെ ചുറ്റും എനിക്കൊന്ന് കൊച്ചു പിള്ളേരുടെ സ്കൂളാണെന്ന് തോന്നുന്നുണ്ടല്ലേ. അതിൻ്റെ മതിലിലൊക്കെ ഫുൾ ഇങ്ങനത്തെ ഒരു വൈബ്. സുഷി ഹൊക്കൈഡോ സച്ചി ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇൻഡിപെൻഡൻസ് പാലസിൻ്റെ മുമ്പിലെത്തി. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ പോലും ആരും നിർത്തിത്തരുമൊന്നുമില്ല. അത് ഭയങ്കര കഷ്ടമാണ്. ഇവിടെ വിയറ്റ്നാമിൽ പൊതുവേ എന്താ പറയുക, ഈ മീഡിയ, അതായത് നമ്മൾ ചൈനയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു മീഡിയ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അതേപോലെ ഹ്യൂമൻ റൈറ്റ്സിന് ഇപ്പോഴും വളരെ പരിഗണന കിട്ടാത്തൊരു രാജ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം. നമ്മൾക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരും ക്രോസ് ചെയ്യാനായിട്ട് നിർത്തി തരില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം.
നമ്മൾ പതുക്കെ ഇങ്ങനെ പോയാൽ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. കണ്ടില്ല, എല്ലാവരും ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് പാലസിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണമെന്നാണ് ഞാൻ തോന്നുന്നത്. അപ്പം ടിക്കറ്റ് എടുത്ത് കയറാം. ഇതുവരെ നമ്മൾ പോയ സ്ഥലത്തൊന്നും ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വി ടിക്കറ്റ് ആൻഡ് വി ഗോ ഇൻസൈഡ്. എന്നിട്ട് ഞാൻ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. 65,000 ഡോങ്കാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 200 രൂപ. ടിക്കറ്റ് കിട്ടി. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഹായ്, താങ്ക് യു. ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് വലിയൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഗാർഡൻ നമുക്കിവിടെ കാണാം. ഈ ഗാർഡൻ്റെ പിന്നിലായിട്ട് കാണുന്ന ആ ഒരു ചെറിയ ബിൽഡിംഗ് ആണ് ശരിക്കും ഇൻഡിപെൻഡൻസ് പാലസ് അല്ലെങ്കിൽ റീയൂണിഫിക്കേഷൻ പാലസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ സ്ഥലം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിൻ്റെ ചരിത്രം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് വിയറ്റ്നാം എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യെസ്, ഈ വിയറ്റ്നാം എന്ന് പറയുന്നത് പണ്ട് സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാം എന്നും പറഞ്ഞുകൊണ്ട് 2 വിയറ്റ്നാം ഉണ്ടായിരുന്നു. അതിനു മുന്നേ ആയിട്ട് ഫ്രഞ്ച് കോളനി ആയിരുന്ന സമയത്ത് 1868 അവർ ഈ ഇൻഡിപെൻഡൻസ് പാലസ് ഇരിക്കുന്ന സ്ഥലത്ത് നൊരോഡോം പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാലസ് പണിതു. അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ആ പാലസ് റെസിഡൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് വന്ന പല ആളുകളും ആ ഒരു പാലസ് ശരിക്കും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ ജാപ്പനീസ് അധിനിവേശം വന്നു. അതായത് 1945 കാലഘട്ടത്തിൽ ജാപ്പനീസ് അധിനിവേശം വന്ന സമയത്ത് ഈ നൊറോഡോം പാലസ് എന്ന് പറയുന്നത് ജാപ്പനീസ് ആ ഒരു സേനയുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. വേൾഡ് വാർ 2 ജപ്പാൻ തോറ്റതിന് ശേഷം പിന്നീട് ഫ്രഞ്ചുകാർ സൗത്ത് വിയറ്റ്നാം വീണ്ടും വന്ന് കൈയടക്കി. അപ്പോൾ ആ സമയത്ത് വീണ്ടും അവരുടെ ആ ഒരു റെസിഡൻസും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ നൊറോഡോം പാലസ് മാറുകയുണ്ടായി. അതിനുശേഷം പിന്നീട് 1954 ജനീവ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം വിയറ്റ്നാം ശരിക്കും സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും എന്നുള്ള രീതിയിൽ 2 രാജ്യങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് അമേരിക്ക ഇവിടെ വരുന്നത്, ഈ ഒരു ഫേസിലേക്ക് വരുന്നത്. അമേരിക്ക വന്നിട്ട് സൗത്ത് വിയറ്റ്നാം അങ്ങോട്ട് കൈയടക്കി, നോർത്ത് വിയറ്റ്നാം വേറെ രീതിയിലേക്കും മാറി. അപ്പോൾ ഈ വിയറ്റ്നാം ആർമിയും അമേരിക്കൻ ആർമിയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ആകെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളവും ഒക്കെ ആയിട്ട് ഫുള്ള് സംഭവിച്ചു. ശരിക്കും ഇവിടെ ഭരിച്ചു എന്നല്ല പറയേണ്ടിയിരുന്നത്. ഈ സൗത്ത് വിയറ്റ്നാം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറി. നമുക്കറിയാമല്ലോ പല സംഭവങ്ങൾ പല രാജ്യത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ഈ 2 രാജ്യങ്ങൾ, അതായത് ഈ രാജ്യങ്ങൾ ഒന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചു. അതായത് സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും കൂടെ 2ഉം കൂടെ ഒന്നാക്കി വിയറ്റ്നാം എന്ന് പറഞ്ഞ ഒരു രാജ്യമാക്കാൻ വേണ്ടി ഈ വിയറ്റ്നാം ആർമി വളരെ തീവ്രമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 1962 നമ്മുടെ വിയറ്റ്നാം, അതായത് അന്നത്തെ നോർത്ത് വിയറ്റ്നാം പട്ടാളത്തിൻ്റെ അവരുടെ ഒരു ബോംബർ എയർക്രാഫ്റ്റിൽ നിന്നും അവിടുത്തെ 2 പട്ടാളക്കാർ ഒരു ബോംബ് ഇവിടെ ഉണ്ടായിരുന്ന നോഡം പാലസിലേക്ക് ഇടുകയും ആ പാലസ് വീണ്ടും രണ്ടാമത് റിനോവേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോവുകയും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ ലീഡറായിരുന്ന ngô Dinh Diem എന്ന് പറഞ്ഞ ആൾ ഇവിടെ പുതിയൊരു പാലസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉത്തരവിടുകയും ഈ പാലസ് 1966 നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഈ പാലസ് കാണാൻ അദ്ദേഹത്തിന് യോഗം ഉണ്ടായില്ല. കാരണം ഈ പാലസിൻ്റെ നിർമ്മാണം വരുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം 1975 നമുക്കിവിടെ മുമ്പിൽ 2 റഷ്യൻ നിർമ്മിത ടാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. 2 ടാങ്ക് ഇവിടെ കിടപ്പുണ്ട്. 1975 2 നോർത്ത് വിയറ്റ്നാമീസ് ആർമി ടാങ്കുകൾ ഈ കാണുന്ന മതിലുകൾ ക്രാഷ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ അകത്ത് കയറി ഇവന്മാർ പൂന്ത് വിളയാടി നടന്ന ഒരു സമയമുണ്ടായിരുന്നു. 1975 ഏപ്രിൽ 30 ആ ദിവസമാണ് ദ ഫോൾ ഓഫ് സൗത്ത് വിയറ്റ്നാം ആയിട്ട് ഇവർ കണക്കാക്കുന്നത്. അതായത് അന്നാണ് നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാമുമായിട്ട് ചേർന്ന് റീയൂണിഫിക്കേഷൻ നടന്ന് വിയറ്റ്നാം എന്ന് പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം എന്ന് പറഞ്ഞ ആ ഒരു രാജ്യമായി മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ കാണുന്ന ഇൻഡിപെൻഡൻസ് പാലസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിതിനെ ഇൻഡിപെൻഡൻസ് പാലസ് എന്ന് പറയുന്നു, അതേപോലെ തന്നെ റീയൂണിഫിക്കേഷൻ പാലസ് എന്നും പറയുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങളോടെ കാണാൻ സാധിക്കും. ഞാനത് കയറി കാണിച്ചു തരാം. ഞാൻ ഇവരുടെ ഒരു ചരിത്രം വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതും ബോറടിക്കാത്തതുമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഞാനിതൊക്കെ പഠിച്ചിട്ട് പറയുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വിയറ്റ്നാം യുദ്ധത്തെപ്പറ്റിയും വിയറ്റ്നാം രാജ്യമുണ്ടായതിനെ പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇവർ വരുമ്പോഴത്തേക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറുന്നൊരു പ്രതീതിയുണ്ട്. നമ്മൾ പുറത്ത് നോക്കുമ്പോഴത്തേക്കിനും ഈ ബിൽഡിങ്ങിന് ഒരു ലുക്കില്ലെങ്കിലും അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിന് ഭയങ്കര ലുക്കാണ്.
അടിപൊളി റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടിരിക്കുന്ന പടവുകൾ നോക്കി നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഇതിവിടുത്തെ ഒരു ബാങ്കറ്റ് ഡിന്നർ ഹാളായിരുന്നു. 1967 ഇവിടുത്തെ അന്നത്തെ പ്രസിഡൻറ്റും ബാക്കിയുള്ള കൂട്ടാളികളുമായിട്ട് ചേർന്നിരുന്ന് അവസാനമായിട്ട് ഡിന്നർ കഴിച്ചത്. ഇത് ഈ കൊട്ടാരത്തിലെ ക്യാബിനറ്റ് റൂമായിരുന്നു. ഇവിടെ പ്രസിഡൻറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള മന്ത്രിമാരും മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാവരുമായിട്ടിരുന്ന് ചർച്ചകൾ നടന്നിരുന്ന സ്ഥലമാണിത്. ഇവിടെ നമുക്ക് വലിയൊരു കോൺഫറൻസ് ഹാൾ കാണാൻ സാധിക്കും. 1975 റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന അദ്ദേഹം റെസൈൻ ചെയ്ത സമയത്ത് റെസിഗ്നേഷൻ സ്പീച്ച് നടത്തിയത് ഇവിടെ വെച്ചാണ്. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട ഒരു റെസിഗ്നേഷൻ സ്പീച്ചാണ് അദ്ദേഹം നടത്തിയത്. നിങ്ങൾക്ക് ഗൂഗിളിൽ പരതി കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അമേരിക്കയുടെ ആ ഒരു സപ്പോർട്ടും അതേപോലെ തന്നെ അമേരിക്കയുടെ സംഭവങ്ങളൊക്കെ ഇല്ലാതാവുന്നതും പിന്നെ രാജ്യത്തിൻ്റെ ഭാവി സംഭവങ്ങളെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ നിന്ന് 2 മണിക്കൂറോളം പ്രസംഗിക്കുകയുണ്ടായി. 1975 പ്രസിഡൻറ്റ് തിയു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, THIEU തിയു. അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസിഗ്നേഷൻ സമയത്ത് ഇവിടെ ബാക്കി കാര്യങ്ങൾ സിഗ്നേച്ചർ ഇടുന്നതും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാഷണൽ റീയൂണിഫിക്കേഷൻ നടന്നത് 1975 നവംബർ 21. പണ്ട് ഈ US അഡ്വൈസേഴ്സുമായിട്ട് ഇവിടുത്തെ പ്രസിഡൻറ്റും മറ്റുള്ള ആൾക്കാരുമൊക്കെ സംവദിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു റൂമാണ് ഈ കാണുന്നത്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ചേംബർ എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ മോനെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലായിരുന്നു. എനിക്ക് ആ തിയു എന്ന് പറഞ്ഞ പുള്ളിയില്ലേ, അങ്ങേരുടെ ഓഫീസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇൻഡിപെൻഡൻസ് പാലസ് ഇപ്പോൾ പൂർണ്ണ ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ആർക്ക് വേണേൽ എവിടെ വേണേൽ കയറി എന്ത് വേണേൽ കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാൻ ഒരു പ്രശ്നമില്ല. ഒരു പാലസിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഒരു വ്യൂ ആണിത്. നേരെ റോഡ് കിടക്കുന്നു. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂം ഏരിയയിലേക്കാണ്. ഇതല്ല ബെഡ്റൂം, ഇത് പ്രസിഡൻറ്റിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന വാർഡ്രോബ് ഏരിയയാണ്. ഇതായിരുന്നു ഈ പാലസിലെ പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. വാവ്, അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂമാണ്. നോക്കി, നമ്മുടെ സാധാരണ ഒരു ഹോട്ടലിലെ ഒരു സ്വീറ്റ് റൂം പോലെ തന്നെ. അന്നത്തെ പഴയ TV ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ ചില്ലൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ വളരെ മനോഹരമായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു അവർ. പ്രസിഡൻറ്റ് കിടന്നുറങ്ങിയിരുന്ന കാട്ടിൽ എത്ര എന്താ പറയുക, കഷ്ടപ്പെട്ടായിരിക്കും പുള്ളി കാട്ടിലേക്ക് കിടന്നുറങ്ങിയിരുന്നത് അല്ലേ അന്നത്തെ കാലത്ത്. പ്രസിഡൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് പെർഫ്യൂമും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രസിഡൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കക്കൂസാണ് സുഹൃത്തുക്കളെ അവിടെ കാണുന്നത്. ബാത്ത് ടബൊക്കെ ഉണ്ട്. പ്രസിഡൻറ്റിൻ്റെ കക്കൂസ് കൊള്ളാം കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വിയറ്റ്നാം യുദ്ധത്തെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്. വിയറ്റ്നാമും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്കക്കാർക്ക് ഇവിടെ പറഞ്ഞാൽ വിസ എടുക്കണം കേട്ടോ. ഇതിനകത്ത് കുറേ ഇടനാഴികളുണ്ട്. ചുമ്മാ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇത് ആളുകൾക്ക് കയറി വന്നു കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് റൂമിൽ പോകാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് എങ്ങനെ എങ്ങോട്ടാണെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു കെട്ടിടത്തിലെ അണ്ടർഗ്രൗണ്ട് ബങ്കറിലാണ്. അതായത് ഈ വലിയ ബോംബ് വീഴ്ചകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവരുടെ ബാക്കിയുള്ള കൺട്രോളും ബാക്കിയുള്ള സംഭവങ്ങളും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള പരിപാടികളും എല്ലാം വെച്ചിരിക്കുന്ന ഒരു ബങ്കർ. ഇത് ബേസ്മെൻറ്റിലാണ്. ഇത് കുറേ കഷ്ടപ്പെട്ട് കുറേ തിക്കായിട്ടുള്ള കോൺക്രീറ്റ് ഇത് വെച്ചിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് നിർമ്മിച്ചതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങളും പിന്നെ കമ്മ്യൂണിക്കേഷൻ റൂംസും അതുപോലുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എൻ്റെ അമ്മോ, ഇതിങ്ങനെ കുറേ മുറികളുണ്ടല്ലോ. ഇത് കണ്ടില്ല നോക്കിയേ, ഇത് സ്റ്റാൻഡേർഡ് അന്നത്തെ ടെലിഫോണും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ റേഡിയോ റിസീവേഴ്സ്, എന്തൊക്കെ പരിപാടികൾ, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് അല്ലേ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടി. അതിലും താഴേക്ക് വേറെ എന്തൊക്കെയുണ്ട്, അവിടേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല. എന്നാലും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിപ്പോയി. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് മൊത്തത്തിലിപ്പോൾ ഞാൻ കണ്ട് വഴിതെറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കണ്ടില്ലേ, ഇവിടെ താഴെ ബങ്കറിൽ ഉള്ള പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. കണ്ടോ, ബങ്കറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ബങ്കറിൽ വന്ന് താമസിക്കാനുള്ള ഒരു കട്ടിൽ, അതാണിത്. യുദ്ധസമയത്ത് പ്രസിഡൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബങ്കറിലെ മുറിയാണ് ഈ കാണുന്നത്. എങ്ങോട്ടാണ് ഞാനീ പോകുന്നത്? ദൈവമേ, സത്യം പറഞ്ഞാൽ കണ്ടിട്ട് പേടിയാവുന്നിട്ടുണ്ട്. ഇതൊക്കെ അന്നക്കാലത്തൊക്കെ എന്തൊക്കെ പരിപാടികളല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു കൊട്ടാരത്തിലെ സെൻട്രലൈസ്ഡ് കിച്ചണായിരുന്നു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലം. കിച്ചണും അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ അവരുടെ എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1975 ആ പ്രസിഡൻറ്റിൻ്റെ സറണ്ടർ സ്പീച്ചും റെസിഗ്നേഷൻ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പോയ കാറിന് അകമ്പടിയായിട്ട് പോയിട്ടുള്ള ഒരു US ജീപ്പാണ് ഈ കാണുന്നത്. അന്നത്തെ പ്രസിഡൻറ്റ് ഉപയോഗിച്ചിരുന്ന ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ കാറും ഇവിടെ ഇങ്ങനെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ആ ഒരു ലിബറേഷൻ്റെ സമയത്ത് വിയറ്റ്നാം ആർമി പിടിച്ചെടുത്ത കാറാണ്. അപ്പോൾ അന്ന് മുതൽ അതിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു സ്മാരകമായിട്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ റിക്രിയേറ്റ്
റിക്രിയേഷൻ ഏരിയ ഉണ്ട്. സിനിമ തിയേറ്ററും റിക്രിയേഷൻ ഏരിയയും തുടങ്ങി ഫുൾ ആർഭാടങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവിടെ മുകളിലൊരു ഹെലികോപ്റ്റർ വരെ വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ കണ്ടില്ല ഒരു ഹെലികോപ്റ്റർ കാണാം. അത് ഇവിടെ ആ സമയത്ത് വന്ന് ലാൻഡ് ചെയ്ത ഒരു പട്ടാളത്തിൻ്റെ ഹെലികോപ്റ്ററാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ എത്തി കേട്ടോ. എനിക്ക് ഇവിടെ ഈ ഓഡിയോ ഗൈഡൊക്കെ എടുത്തിട്ട് നമുക്ക് നടക്കാം. വേറെ ഗൈഡിനൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓഡിയോ ഗൈഡ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നടക്കാവുന്നതാണ്. ഇതിൻ്റെ മേളിൽ എന്തുവാ, ഇവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്. ഇതിൻ്റെ മേളിൽ താഴെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. നോക്ക്, ഇവിടെ കാണുന്ന ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഏത് സമയത്തും ഇവിടെ ഉണ്ടാവും. അതായത് പ്രസിഡൻറ്റ് ഇവിടെ ഉണ്ടോ ആ സമയത്തെല്ലാം ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടാവും. പ്രസിഡൻറ്റിനെ രക്ഷപ്പെടാനും അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോകാനും ഏത് ടെറൈനിലും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്ന ഒരു US നിർമ്മിത ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ 2 മാർക്കിംഗ് കണ്ടോ, റെഡ് കളറിൽ 1975 ഇവിടെ അറ്റാക്ക് ചെയ്ത സമയത്ത് 2 ബോംബ് അവിടെ വന്ന് വീണിരുന്നു. അതാണ് ആ 2 മാർക്കിംഗ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും സുവനീറുകൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുവനീറും മറ്റുമൊക്കെ വാങ്ങിക്കാം. ഇത് അത്യാവശ്യം നല്ല വലുതായിരുന്നു അവിടെ. ഞാൻ പ്രതീക്ഷിച്ച പോലല്ല. ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിരിക്കും ഇത് മൊത്തം ചുറ്റിക്കറങ്ങി കാണാനായിട്ട്. പുറത്തും നോക്കുമ്പോഴത്തേക്കിനും വളരെ ചെറിയൊരു സ്ഥലം, പക്ഷേ അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ആണ് ഇതിൻ്റെ വലിപ്പം എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും നല്ലൊരു വ്യൂ നമുക്ക് കാണാം കേട്ടോ. അടിപൊളി അല്ലേ. ഞാൻ ഈ വീഡിയോയിൽ ചരിത്രം പറഞ്ഞും കാണിച്ചും ബോറടിപ്പിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മളൊരു നാട്ടിൽ വരുമ്പോഴത്തേക്കിനും ആ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആ നാട് നമുക്ക് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വിയറ്റ്നാം യുദ്ധവും അതേപോലെ തന്നെ വിയറ്റ്നാം രാജ്യമുണ്ടായത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി നമുക്ക് തൊട്ട് പുറകിലായിട്ട് അപ്പുറത്ത് ഈ യുദ്ധത്തിന് ഉപയോഗിച്ച കുറേ സാധന സാമഗ്രികൾ, അതായത് എന്താ പറയുക, നമ്മുടെ പീരങ്കിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നൊരു സ്ഥലമുണ്ട്. നമുക്കതും കൂടെ പോയി കാണാം. റോഡിൻ്റെ നിരത്തുകളിലൊക്കെ തേക്ക് നട്ട് വെച്ചിരിക്കുന്നുണ്ടോ, നോക്കി, തേക്കിൻ കാട് പോലെ. അടിപൊളി, നല്ല നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഒരു ഇതുപോലെയുള്ള ഗാർഡൻസൊക്കെ നമ്മുടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ കോമൺ ആണ്. പക്ഷേ ഇവിടെ ഉണ്ടത് ഏഷ്യയിൽ വളരെ കുറച്ച് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനത്തെ ഗാർഡൻസൊക്കെ. ഇത് കൊള്ളാലോ, സൈക്കിൾ റിക്ഷ. അത് പൊളിച്ചു. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇങ്ങനെ സൈക്കിൾ റിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തകർന്നേ. ഇതെനിക്ക് തോന്നുന്നു ഈ എന്തെങ്കിലും ടൂറായിരിക്കും. ഇങ്ങനെ ഈ ഒരു സൈക്കിൾ റിക്ഷയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൂർ എന്തെങ്കിലും പരിപാടികളായിരിക്കും. നിങ്ങൾക്ക് അത് കൊള്ളാം. അത് തന്നെ ടൂറാണ് കണ്ടോ. ആ ഒരു സ്ട്രീറ്റിലുണ്ടല്ലോ ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം ആ ഒരു ചൂടറിയാതെ നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ഞാനിന്ന് ഫുള്ള് വാക്കിംഗ് ടൂറാണ്. അത് മാത്രമല്ല, ഞാനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ കഴിച്ച ബിരിയാണി ഇപ്പോഴും വയറ്റി കിടക്കാണ്. സമയം ഇപ്പോൾ 3 മണിയായി. ഇന്ന് ഫുള്ള് വാട്ടർ ഡയറ്റാണ്. അതായത് ഒരു നേരം നല്ല അടിപൊളി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പട്ടിപ്പണി എടുക്കും അതൊന്ന് ദഹിപ്പിക്കാനായിട്ട്. വിശക്കുമ്പോൾ ചിലപ്പോൾ കഴിച്ചു. അപ്പോൾ ഞാൻ വാർ റിമനൻസ് മ്യൂസിയത്തിൻ്റെ മുമ്പിലെത്തി. മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്കിവിടെ US ആർമിയുടെ ഹെലികോപ്റ്ററുകളൊക്കെ നമുക്ക് കാണാം. മോനെ, US-ൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. അതാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. US-ൻ്റെ കുറേ എന്താ പറയുക ഇതുപോലുള്ള എക്യുപ്മെൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനകത്തും എൻട്രൻസ് ഫീയും മറ്റുമൊക്കെ കൊടുക്കണം, എന്നിട്ടേ കയറാൻ പറ്റുള്ളൂ. വാർ റിമനൻസ് മ്യൂസിയം 40,000 ഡോങ്ക്, അതായത് ഏകദേശം 130 രൂപയായിരുന്നു ഇതിനകത്ത് കയറാനുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. 130 രൂപ. മോനെ, മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ ചാകര കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതിനകത്ത് ചാകരയാണല്ലോ. ദൂര സാധനങ്ങളോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നതെന്ന് നോക്കി. അടിപൊളി. ചിനൂക്ക് എന്ന് പറഞ്ഞ ഒരു തരം ഹെലികോപ്റ്ററാണ്. അത് ട്വിൻ എഞ്ചിൻ ഹെലികോപ്റ്ററാണ്. ഒരു ലോങ് റേഞ്ചിൽ 500 കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കുന്ന ഈ ഹെലികോപ്റ്റർ നിർമ്മിച്ചത് ബോയിങ് കമ്പനിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ബോയിങ് എന്ന് പറയുന്ന വിമാനം US വിമാന കമ്പനി. എയർബസ് യൂറോപ്പിൻ്റെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ബോയിങ് കമ്പനി നിർമ്മിച്ച വിയറ്റ്നാമീസ് ട്രൂപ്പിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഹെലികോപ്റ്ററുകൾ ഇവർ ശരിക്കും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഈ മാസമായിട്ട് പ്രോഡക്റ്റുകൾ പല സ്ഥലത്ത് സപ്ലൈ ചെയ്യാനും യുദ്ധസാമഗ്രികൾ പല സ്ഥലത്ത് സപ്ലൈ ചെയ്യാനും ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ ആണ് ഈ ഒരു ഇരിക്കുന്ന ഹെലികോപ്റ്റർ. ഇവിടെ 3-4 അവിടെ ചെറിയ വിമാനങ്ങളും മറ്റൊക്കെ വേറെ ഇരിപ്പുണ്ട്. അങ്ങനെ ആ ഒരു ബോയിങ് കമ്പനി ഉണ്ടാക്കിയ ആ ഒരു US ആർമിയുടെ ഹെലികോപ്റ്റർ ആണ് നമുക്കിവിടെ. വിയറ്റ്നാം ആർമിയുടെ അല്ല, US ആർമിയുടെ ഹെലികോപ്റ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിയറ്റ്നാം പട്ടാളത്തിൻ്റെ അല്ല കേട്ടോ ഇതൊക്കെ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. കംപ്ലീറ്റ് US ആർമിയുടെ ആയിരുന്നു. അതായത് ഈ US ആർമി ആണല്ലോ ഇവിടെ വന്ന് അന്ന് കംപ്ലീറ്റ് കളിച്ചത്. ഈ ഒരു വിയറ്റ്നാമിൻ്റെ ഈ ഒരു സെപ്പറേഷന് മെയിൻ കാരണം, അത് റീയൂണിഫൈ ചെയ്യാൻ മെയിൻ കാരണമല്ല ഇവർ തന്നെയാണ്. അപ്പോൾ അന്ന് US ആർമി ഉപയോഗിച്ചിരുന്ന ടാങ്കുകളും മറ്റൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോരോ ടാങ്കുകളാന്ന് നോക്കി, എന്തൊക്കെയല്ലേ. ഇതെന്താ സംഭവം? ഇത് മെറ്റലായിരിക്കും അല്ലേ? ഇതെല്ലാം മറ്റേ ഇരുമ്പാണ് കണ്ടോ. എന്തോ ടൈപ്പ് ഇരുമ്പാണ് കണ്ടില്ലേ. ടയറാണ് ഇതിൻ്റെ. ടയർ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഉരുളുന്ന സാധനം നോക്കി.
എന്താല്ലേ എന്തോലും വലിപ്പമല്ലേ. നമുക്ക് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ടാങ്കുകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം മിക്കതും റഷ്യൻ നിർമ്മിത ടാങ്കുകളായിരിക്കും. പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക, ഇതെല്ലാം US നിർമ്മിത ടാങ്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള ബുള്ളറ്റുകൾ, അതായത് എക്സ്പ്ലോഡിംഗ് ബുള്ളറ്റുകൾ, ഗ്യാസ് ബുള്ളറ്റുകൾ, സ്മോക്കി ലൈറ്റിങ്സ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബുള്ളറ്റുകൾ, അതായത് ഈ ഗ്രൗണ്ടിൽ നിന്നും പല ദൂരത്തേക്ക് ഇങ്ങനെ വിടുന്നതിന് വേണ്ടിയുള്ള ഒരു ടൈപ്പ് നമ്മുടെ ബൊഫോഴ്സ് ഗണ്ണില്ലേ, ഏകദേശം അതേപോലെ തന്നെയുള്ള ബൊഫോഴ്സ് ഗണ്ണിൻ്റെ പോലത്തെ ഉള്ള ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന കുറേ സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടില്ലേ നോക്കി, എന്തോരം സംഭവങ്ങളാണ് അന്നക്കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോഴും ഇതിനപ്പുറത്തെ സംഭവങ്ങൾ പല രാജ്യങ്ങളുടെയും കയ്യിലുണ്ട്. ഇത് യുദ്ധക്കളത്തിലെ ഒരു രാജാവായിരുന്നു ഇവൻ എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് വിയറ്റ്നാമിൽ ധാരാളം ഡിസ്ട്രക്ഷൻസ് നടത്തിയതിൽ കിങ് ആയിരുന്നു ഇവൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഇതെല്ലാം ഗണ്ണാണ് ബേസിക്കലി, കണ്ടല്ലേ ഈ ഒരു ഗ്രൗണ്ട് ഗൺ, ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ലോങ് റേഞ്ചിൽ 30,000-60,000 മീറ്റർ ദൂരത്തിലേക്കൊക്കെ, കിലോമീറ്റർ കണക്കിന് ദൂരത്തേക്കൊക്കെ വിടാൻ പറ്റുന്ന ലോങ് റേഞ്ച് ഗണ്ണുകളാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. പലതരത്തിലുള്ള സീസ്മിക് ബോംബുകളും പിന്നെ ചെറു മിസൈലുകളും മറ്റ് സംഭവങ്ങളും ഷെല്ലുകളും ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. US എയർഫോഴ്സ് വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ച ഒരു ഫൈറ്റർ ജെറ്റ് നമുക്കിവിടെ കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫൈറ്റർ ജെറ്റുകൾ. നമ്മൾ ധാരാളം സിനിമകൾ കണ്ടിട്ടില്ലേ, നമ്മുടെ സുഖോയ് പോലെയുള്ള പലതരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെയുള്ള ഒരു ഫൈറ്റർ ജെറ്റാണ് ഇത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5A ജെറ്റ് ഫൈറ്റർ എന്നാണ് പറയുന്നത്. മാനുഫാക്ചേർഡ് ബൈ നോർത്രോപ്പ് നോർഎയർ. 2000 കിലോമീറ്റർ ദൂരം വരെ നിർത്താതെ പറക്കാൻ സാധിക്കുന്ന ഒരു ജെറ്റ് വിമാനമാണിത്. പിന്നെ US എയർഫോഴ്സിൻ്റെ മറ്റൊരു ചെറു വിമാനം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ US ആർമിയുടെ ഒരു ചെറിയ ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൊപ്പല്ലർ സാധനം കാണാൻ സാധിക്കും, ഒരു പ്രൊപ്പല്ലർ വിമാനം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താ, ഇതെല്ലാം US ആർമിയുടെയാണ്. മക്ഡൊണാൾഡ് ഡഗ്ലസ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി നിർമ്മിച്ച ഒരു സ്കൈ റൈഡർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഫൈറ്റർ ബോംബറാണ് ഈ കാണുന്ന ചെറു വിമാനം. പണ്ട് കാലത്ത് എയർ ആംബുലൻസ് ആയിട്ടും അതേപോലെ തന്നെ പലതരത്തിലുള്ള റെസ്ക്യൂ മിഷനും പല കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ഒരു 6 ബാരൽ ഗണ്ണൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ നോക്കി. ഇതിനകത്തിരുന്ന് വെടിവെക്കാൻ പാകത്തിനുള്ള, എൻ്റെ പൊന്നു, അകത്തിരുന്ന് വെടിവെക്കാൻ പാകത്തിനുള്ള സംഭവങ്ങൾ വരെ ഇതിനകത്തുണ്ട് നോക്കി. ഇനി നമുക്ക് ആ വാർ റിമനൻസ് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ സംഭവങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ശരിക്കും ഞാൻ ഇന്ന് ഈ കവർ ചെയ്ത സംഭവങ്ങളെല്ലാം ഹോച്ചിമിനിൽ കവർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് മതിയാവും. ഇനി നിങ്ങൾക്ക് നൈറ്റ് ലൈഫും ബാക്കിയുള്ള സംഭവങ്ങളും നിയർ ബൈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ നിങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്താൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. ഇതിനകത്ത് സുവനീർ ഷോപ്പുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു യുദ്ധത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചിത്രങ്ങളും അതേപോലെ തന്നെ ചരിത്രങ്ങളും എഴുതിയ കുറേ ഹാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള സംഭവങ്ങൾ, പിന്നെ വീഡിയോ പ്രദർശനങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ ഒരു 3 നിലകളിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങളിതൊക്കെ ഇവിടെ വന്ന് വരുമ്പോൾ താല്പര്യമുള്ളവർ വന്ന് കണ്ടാൽ മതി. ഞാൻ മ്യൂസിയം കണ്ടിറങ്ങിയപ്പോഴത്തേക്കിനും കാലാവസ്ഥ മൊത്തത്തിൽ മാറി. ഇപ്പോൾ സമയം 3 മണിയായി. 4 മണിയായി. ഭയങ്കര മഴ പെയ്യാൻ പോവാണ്. ഞാൻ അതുകൊണ്ടൊരു ഗ്രാബ് ബുക്ക് ചെയ്തു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഇന്നലെ ആ കേരള റെസ്റ്റോറൻറ്റിൽ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഇന്ന് അവിടെ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പോയി ഫുഡ് കഴിക്കാം. എൻ്റെ വയറ് മൊത്തത്തിൽ സീനായിരിക്കുകയാണ്. എനിക്ക് വേറെ ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ്, വേറെ നിർത്തിയില്ല. 2 കിലോമീറ്റർ പോകാൻ ഞാൻ ബൈക്കിന് ഏകദേശം 50 രൂപ കൊടുത്തപ്പോഴത്തേക്കിനും കാറിന് 130 രൂപയാണ് കാണിച്ചത്. സോ മൈ ഗ്രാബ് ഈസ് കൊണ്ട് ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിലെല്ലാം ചീപ്പാണ്, എല്ലാം അഫോർഡബിളാണ്, ഭയങ്കര അഫോർഡബിളാണ്. അടിപൊളി. 130 രൂപയ്ക്ക് പോകാനായിട്ട് എനിക്ക് വന്ന വണ്ടി നോക്കി, ഇന്നോവ. അവനെ പൊളിച്ച് പറയിൽ തന്നെ കറിയുന്നേക്കാം. ഹലോ, അത് കൊള്ളാം. 130 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ പോലും ഈ റേറ്റിൽ വണ്ടി കിട്ടൂല, അത് ഇന്നോവയെന്നും. അത് പൊളിച്ച്. 2 കിലോമീറ്ററിന് ഏകദേശം ഒരു 15 മിനിറ്റ് സമയമെടുത്തു. നമ്മളങ്ങനെ ഇവിടെ എത്തി. യെസ്, താങ്ക് യു. എൻ്റെ പൊന്ന് 4 മണി ആയതേ ഉള്ളൂ. നോക്കി അവസ്ഥ നോക്കി. ഇവിടെ എവിടെയാണ് കേരള റെസ്റ്റോറൻറ്റ്? ഇവിടെ എവിടെയാണല്ലോ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു. അതേ മലബാർ കിച്ചൺ. വണ്ടി ഇടിക്കുമോ? കൊള്ളല്ലേ. എവിടെ പോയാലും മലയാളികൾ അവിടെ റെസ്റ്റോറൻ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ ആരും ഇല്ല, അപ്പം ഞാൻ മാത്രം ഉള്ളെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഫുഡ്. നിങ്ങളാണോ ആരിഫ്? നൈസ് ടു മീറ്റ് യു. നല്ല കപ്പപ്പുഴുക്ക്, അടിപൊളി. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടോ എന്തോരുണ്ടെങ്കിൽ കപ്പപ്പുഴുക്കും മീൻകറിയും അടിപൊളി. ഈ ഒരു കഫേയുടെ പേര് കണ്ടില്ലേ നോക്കി, കൊണ കഫേ എന്ന്. അടിപൊളി. ഞാനവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഞാൻ ബാക്കിയുണ്ടായിരുന്നു കുറേ കപ്പയും മീൻ കറിയും, അത് പാഴ്സലെടുത്ത് ഇന്ന് രാത്രി അത് കഴിക്കാം.
800 രൂപ മറ്റോ ആയി ഒരു കപ്പയും മീൻകറി കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ ക്യുസീൻസ് എപ്പോഴും നമുക്ക് ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണല്ലോ. പിന്നെ നല്ല രുചിയുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ റൂമിലേക്ക് പോകാനായിട്ട് ഒരു ഗ്രാബ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് മഴ കഴിഞ്ഞുകൊണ്ട് ഒരു വണ്ടിയും കിട്ടുന്നില്ല. ഞാൻ കുറേ നോക്കി, ഒരു വണ്ടി, ഒരു കാറോ ബൈക്കോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ലൊക്കേഷൻ ഒന്ന് മാറ്റി അങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിന്നിട്ട് നമുക്ക് നോക്കാം വണ്ടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വണ്ടിയും കിണ്ടിയൊന്നും കിട്ടിയില്ല. ഐ ഡിസൈഡഡ് ടു വാക്ക്. എന്ത് വലിയ സ്ഥലം അല്ലേ! ഇവിടെ വലിയൊരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ നല്ല വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കേർഡ് ബിൽ ബോർഡ്. ഇതെന്താ സാധനം? ഇവിടുത്തെ ഓട്ടോറിക്ഷയാണോ? എന്തോ ഷെയർഡ് ഓട്ടോയോ അങ്ങനത്തെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കിടക്കുന്നത് ചിലപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ട് വന്ന വല്ല വണ്ടിയായിരിക്കും. അങ്ങനെ നടന്ന് ഞാൻ തിരിച്ച് എൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഇവിടാണ് എൻ്റെ റൂം. ഈ ഭാഗത്ത് എല്ലായിടത്തും നല്ല വൈബാട്ടോ. ഒരു മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കിനും വേറെ വൈബായി. സിറ്റി പൊളിച്ച്.